ഇതെവിടാ സ്ഥലോ? ഇനി ഈ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണേ. അടിപൊളി. ഊട്ടിയിലേക്കാ വന്നേ. ഊട്ടിയിൽ അങ്ങനെ എന്താ പറയാ, ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഹിഡൻ സ്പോട്ടിലാണ് നമ്മളുള്ളത്. അതെ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. നമ്മളന്ന് ഊട്ടിയിലേക്കാ വന്നേ. ഊട്ടിയിൽ അങ്ങനെ എന്താ പറയാ, ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഹിഡൻ സ്പോട്ടിലാണ് നമ്മളുള്ളത്. അതെ, ഒന്നും കാണില്ല, മൊത്തം കോട ഫുൾ ഹിഡൻ ആണ്. പേര് പറയാൻ കറക്റ്റ് സ്ഥലത്തിന് പേരറിയാം, ഒരു ഹിഡൻ സ്പോട്ടിലുള്ളത്. കൊത്തഗിരി റൂട്ടിലുള്ള ഒരു ചെറിയൊരു വില്ലേജ് ഏരിയ അല്ലേ? അതെ. ആക്ച്വലി ഇവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്ന് കാല് കുത്തിയപ്പോളിക്കിനും മഴ പെയ്ത് മൊത്തം കോടായി. ഒരു കഥ അല്ലാണ്ടായി. വണ്ടി നമ്മൾ നിൽക്കണ സ്ഥലം മാത്രമേ ഉള്ളൂ. സോയിലിതാ 360 ആയിട്ടുള്ള കഴിവുകൾ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാണ്. ഇതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഇൻസ്റ്റയിൽ കാണാം കേട്ടോ. ഫസ്റ്റിൽ ഹെൽപ്പ് ചെയ്യാണ്ട് എന്താ വണ്ടി ഉണ്ട്. വീഡിയോഗ്രാഫർ ഷുഹൈബ് അല്ല, ഫോട്ടോഗ്രാഫർ ഷുഹൈബ്, വീഡിയോഗ്രാഫർ ബാദുഷ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ ഉണ്ട്. ചെറിയ വ്ളോഗൊക്കെ കിട്ടും. അതായത് കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് ഇന്നലെ ഇങ്ങനെ ചടിച്ചിങ്ങനെ ഇരുന്നപ്പോൾ രാത്രി 12 മണിയാകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചാ. ഒരു കഥയില്ല. ഇന്ന് രാവിലെ ആകുമ്പോൾ ഇവിടെ എത്തി റൂമെടുത്ത് തീരെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ആംബിയൻസും ഒരു പ്ലേസും നമുക്ക് കിട്ടും. അത് നമ്മൾ 2-3 സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെ കയറി വെക്കിട്ടോ. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടിയില്ല. പിന്നെ അതിൽ നല്ല സ്വഭാവമായിട്ടല്ലേ നല്ലോണം സംസാരിക്കുക, ചിരിക്കുക, നല്ല വൃത്തിക്ക് സംസാരിക്കുക. ചില അണ്ണന്മാരുണ്ടാവും അങ്ങനെ കേട്ടോ പറയണേ. അപ്പോൾ ഇതൊരു ചെറിയൊരു വില്ലേജിൻ്റെ പേര് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞത്. വില്ലേജിൻ്റെ പേര് എന്നുള്ള കറക്റ്റ് അറിയില്ല. എന്തോ ഒരു പേര് പറഞ്ഞു. ഇവിടെ കുറച്ചും അവിടെ പോകണ്ടെന്ന് പറഞ്ഞേ. പോകണ വയ്ക്കില്ല, ചെറിയൊരു ഏരിയ, നല്ല രസമുണ്ട് ആക്ച്വലി. പക്ഷെ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കോട ഒന്നതിനെ കൊണ്ട് വിഷ്വലി കാണാൻ പറ്റാത്ത. കോട ഇല്ലെങ്കിൽ നല്ല രസമുണ്ടാവും. ഇനി അത് ചെറിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വില്ലേജിൽ എത്തിയിട്ട് മഴ ചെറിയ മഴ പാറ്റുണ്ട്. വലിയ മഴ ഒന്നും വലിയ വിഷയമില്ലെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, കൂടെ പോകണ്ട കേട്ടോ, നൈസായിട്ട് പോകണ്ടതാ ഉണ്ടോ. എന്നാലും പോയില്ലല്ലോ. അപ്പോൾ ഗ്യാപ്പ് ഇട്ട് കാണിച്ചു തരാം. ആ, കൂടെ പോകുന്നുണ്ട്. സോയില് കണ്ടന്റ് ആയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കറിഞ്ഞിന് എന്തോ കിട്ടുണ്ടോ? കിട്ടീനെ ചെല്ല എടുക്ക്. ഫോട്ടോയിലൊക്കെ എന്താ ടോണോ പിന്നെ വർക്ക് നേറ്റാനാവൂലേ? നല്ല ടോണ്. ക്യാമറ എടുത്താലേ പറയാ വെള്ളം കയറിങ്ങണ്ട്. സോയില് എടുക്ക്, നടക്ക അങ്ങോട്ട് നടക്ക് നടക്കടോ. ഏട്ടലൊക്കെ നടക്ക്. തണുത്ത് വരയ്ക്കുക പക്ഷെ നേക്കാൻ മസല കാണിക്കുക. പൊന്തിയാണ്. ആ ശരിക്കും നല്ല പൊന്തൽ വന്നിട്ടോക്കി. ഇതിൽ കിട്ടില്ല. നടക്കണ്ട. പോണ വെള്ളപ്പൊക്കത്ത് നടക്കണേ. ലൊക്കേഷൻ ഉണ്ട്. ആ ഗൈസ്, ലൊക്കേഷൻ കിട്ടിട്ടോ. കൊത്തഗിരി റൂട്ടിലെ കരടിക്കുന്ന്. ഫോക്കസ് അല്ല, കരടിക്കുന്ന്, കരടിക്കാട്ട്. എങ്ങനെയുണ്ട് വിഷ്വലി? നല്ല രസമല്ലേ? മൂഡ് സാധനം. ഓ കിട്ടില്ല. കരടിക്കാട്ട് അതാണ് പേര്. ഇതിൽ കാണിക്കുന്ന പേരാ കേട്ടോ. ഇനി നമുക്ക് നാട്ടുകാരെ ചോദിച്ചിട്ട് ഒറിജിനൽ പേരെന്താണെന്ന് അറിയാം. നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം വ്ളോഗിൽ. അവൻ്റെ വിഷ്വൽസ്, ക്രിയേറ്റീവ് വിഷ്വൽസ്. അത് കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ വീട്.
കട്ട് ചെയ്യാനാണല്ലോ. നമ്മൾ 360 എല്ലാവരും കൂടെ ഓടൽ ട്രൈ ചെയ്യാണ്. ഓടൽ പരിപാടി മത്സരം. ഞാൻ പിടിച്ചോളാം. ഞാൻ ഓടിയോണ്ട് പിടിക്കാം. അത് അത്ര ഇതാക്കല്ലേ, കുറച്ച് പൊക്കിക്കോ. റെക്കോർഡ് ചെയ്ത് അതിലൊന്നൊക്കെ നോക്കോ പൈസങ്ങി ആംഗിൾ ഇല്ലല്ലോ. ഇതൊന്നും ഇതാക്കി ഇതില് ക്ലിയർ ഇല്ലടോ. അടുക്കട നമ്മൾ ഈ ബാക്കില് മണ്ട ഞാൻ വേറെ ഇത് ആട്ടുപോലെ ഇത് ഇങ്ങോട്ടേക്ക് അപ്പൊ നമ്മളാട്ടൊന്ന് ഓടിക്കെടുക്കാം. ഒന്ന് ഓടി നോക്കി. അങ്ങോട്ടേ അങ്ങോട്ട് ഓടി എല്ലാം കിതക്കൂ. പിടിച്ചാ മതി നേരെ സ്ട്രൈറ്റ് ആയിട്ട്. ഒരു കുന്തം അറിയാത്ത കൊറേ അത് ഇവിടെ പിടിക്കരുത്. ഇത് അതിനെ പിടിക്കാനുള്ളതാണ്. ആ അപ്പേ അങ്ങനെ 360 അല്ലേ. ആ മതി, എത്ര മതി. റെഡി സ്റ്റാർട്ട്. ആ സ്റ്റാർട്ട്. ഓടാ താഴോട്ട് ഓടിയാലേ നമ്മൾ കാണുള്ളത്. തിരിച്ചോട്. ഓണാക്കില്ലാണ്, ഞാൻ ഓണാക്കിയില്ല. ഓണാക്കിട്ടോ ആദ്യം. നേരെ നടു വെക്കുക. ഓണായിട്ടോ താഴത്തെ കൊടിക്കേ. ആയില്ലതൊന്നും ആയില്ല. ഇനി ഓടണപ്പോഴേ സെന്റർ കീപ്പ് മുമ്പില് പാടോ. മുന്നിലോ ഇവിടെ വേക്കില് വാ. നമ്മൾ ഇങ്ങോട്ടുള്ള എടുക്ക. അപ്പൊ ഗൈസ് ഓടാൻ പോവാണ് ചാടാൻ പോവാണ്. കിട്ടില്ല ഫ്രെയിം. ഇതെങ്ങണ്ടേ എന്റെ ഫ്രെയിമാണ് ഫ്രെയിം. കുറച്ച് ഇങ്ങോട്ട് കിട്ടണ്ടേ. ഒരു വണ്ടി പോണോക്കെ അത് താറല്ലേ, അത് കിട്ടുമോ? കിട്ടില്ല ഫ്രെയിം അല്ലേ. ഇത് റോൾ എടുത്തിട്ട് ഗ്രേഡ് ചെയ്യണം. കിട്ടുമോ? നല്ല വീഡിയോ ഇട്ടിടാ. മൂട് സാധനം അത് ഒരു താറായിരുന്നു. താറ് പോയി, ഫ്രെയിമിൽ നിന്ന് പോയി. ഏകദേശം മഴയും കോടയൊക്കെ പോയിന്. എന്തായിന് കുറച്ച് വെളിച്ചം വെച്ചാണ് കാണിച്ചു കേട്ടോ. കാർ ഇതെങ്ങനെയുണ്ട്? സൂപ്പറാണോ? ശരിക്കും അതിൻ്റെ കുറച്ചുകൂടെ മുകളിൽ പോയ താഴത്തേക്കാണ് നല്ല രസം. നടക്കാനായില്ല. സാധനം എന്താ ഫ്രെയിമൊക്കെ അല്ല ഇങ്ങനത്തെ സ്പോട്ടൊക്കെ നമ്മൾ സ്പോട്ട് തപ്പിയൊന്നും കിട്ടൂല. എന്താക്കണോ ഏട്ടയിലൊക്കെ കയറി നോക്കും. ഇത് വരുന്ന വഴി നിങ്ങൾ കണ്ടാൽ ഇവിടേക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള മനസ്സിലാവില്ല. എന്നാൽ വരുന്ന വഴി ചെറിയൊരു സാധാരണ നമ്മുടെ നാട്ടിലെ പോക്കറ്റുണ്ടല്ലോ, ഒരു മാതിരി മണ്ണും ഇതോ കല്ലും മുട്ടൊക്കെ കുടുങ്ങിയൊരു സാധാ സിമ്പിൾ റോഡ്. അപ്പോൾ വന്ന് കഴിഞ്ഞ് കുറച്ചായിട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരാളെ കണ്ടിട്ട് സൈഡ് എടുത്തപ്പോൾ ജസ്റ്റ് ചോദിച്ചു അവിടെ അതങ്ങോട്ടാണ്. അപ്പോൾ പറഞ്ഞു ദിസ് ഈസ് എ ഗുഡ് ബ്യൂട്ടിഫുൾ വില്ലേജ്, യു ക്യാൻ വിസിറ്റ് അറ്റ് വൺസ്. അതുകൊണ്ട് നമുക്കിത് കിട്ടി. കൊഞ്ഞു ചാമ്പൽ ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ ചാമ്പൽ ആദ്യത്തെ കേൾപ്പിച്ചു. റാശിക്ക് വിളിക്കാണ്ട് സമയം. അതില് അപ്ലൈ പറഞ്ഞ ലൊക്കേഷൻ ചാമ്പിങ്ങനെ നിന്നിട്ട് കാര്യല്ല. എല്ലായിടത്തും വരണം, ജോയിൻ ചെയ്യണം. ഇത് ഇപ്പൊ കിട്ടുന്നുള്ള മൂഡിൽ നിൽക്കൂ. ഇപ്പൊ വരാം. ഇത് കുറച്ച് എന്നാ പിന്നെ നിങ്ങൾ പോയിക്കാണെന്ന് അറിയാം. ഹലോ അതിൻ്റെ പ്രശ്നം അതിൽ നമ്മൾ കല്യാണ വ്ളോഗിങ് കണ്ടിട്ടുണ്ടാവും. ഓനെ ഒരു ആഴ്ചത്തോളം ഓരോ പരിപാടിക്ക് വരാ ഒഴിവെന്ന് പറഞ്ഞു കണ്ട്
ഭാഗ്യത്തിന് കല്യാണത്തിന് വന്ന് ഇത് നമ്മൾ ചോദിച്ചാൽ വരണം. അപ്പോൾ രാവിലെ ഒരു പരിപാടി, ഉച്ചൻ്റെ ശേഷം ഓരോ പരിപാടിയോ പിന്നെ എന്നിട്ട് സ്നാപ്പ് വന്നിട്ട് ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. എന്താ പോയി ലൊക്കേഷനൊക്കെ വേണേൽ കണ്ടുപിടിച്ച് പോയി. ഈ മണ്ടത്തര കഴിഞ്ഞില്ല കുറേ നേരമായി തുടങ്ങിയിട്ടാ അടുത്തോട്ടോ ഓടോടാട്ടി തോട്ടിയും പിടിച്ചിട്ട് ഓടേ. ഓ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ നല്ല ഇത് വരുന്നില്ലേ. കണ്ട് ഈ ആൾട്ടൊക്കെ നിർത്തിയിട്ട സ്ഥലം നല്ല രസമല്ലേ മനസ്സിലേ. ഇതങ്ങണ്ട് കോടൊക്കെ ആട്ടി ഇതൊരു നല്ലൊരു ഡിഫൻഡറൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും ഫ്രെയിം കണ്ടേ കവറ് നോക്ക് മനസ്സിലേ. ഏതാ മോനെ മൂട് പറക്ക മുള്ളുന്ന് സുഖമില്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എണ്ണം കൂട്ടിട്ടോ. അല്ല എനിക്ക് മനസ്സിലല്ലോ എവിടെ വൈഡില്ല. ആ സുഖമില്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങി. അതെന്തൊക്കെയല്ലോ ഇതെന്തൊക്കെയല്ലോടോ വെള്ളം ഇതെങ്ങണ്ടേ അങ്ങോട്ടേക്ക് കണ്ടോ അവർ മലിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ അങ്ങനത്തെ രസമല്ലേ കണ്ണോടാണ് രസമുണ്ട് പോണതിൽ. ആ അവിടെ നെൽപ്പാടം കൃഷിക്കല്ല കേട്ടോ. എല്ലാം മൂട് അടുത്ത ഫ്രെയിം. ആ ഫ്രെയിമില്ല വണ്ടിതാ വണ്ടി ഇവിടെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറയും വ്ളോഗിൽ എന്താ വെച്ചാൽ ഇവർ ഈ വില്ലേജ് വാസികളൊക്കെ അങ്ങോട്ട് കളിക്കും. വില്ലേജ് വാസികളൊക്കെ ഇവരൊക്കെ ഡെയിലി പണിക്ക് കഷ്ടപ്പെട്ട് അത് അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ പ്രകൃതിയോട് ഇണചേർന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. സാധനം പറയാൻ വിളിച്ചല്ല പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ ചെയ്യുമ്പോൾ എന്തായാലും പറയും സാധനം ഇല്ലാണ്ട് പറയും നന്ദി പറഞ്ഞു അധ്യക്ഷൻ കേട്ടോ. നമ്മളെ ചാച്ചന്മാര് അക്കന്മാര് ഇതെന്തോന്ന് ഉണ്ടാക്കി അതെന്താ നമുക്കറിയില്ല. കേട്ടോ തേയിലത്തോട്ടം സുഹൈൽ പറയുന്നത് ക്യാമറയിൽ രസമല്ലാന്നോ അപ്പം എടുക്കാൻ ചെല്ല 85 ആക്കട്ടെ ചങ്ങായി എടുക്കണേ മോണ്. ആ ഓക്കെ കഴിഞ്ഞോ ഷൂട്ട് കഴിഞ്ഞോ ഫസ്റ്റിലുണ്ട് ഇതുണ്ടാവും കേട്ടോ. എന്ത് 360 സാധനങ്ങളൊക്കെ ഒക്കെ വാടക ഉണ്ട് വേണ്ട. ലാസ്റ്റ് എല്ലാത്തിനും പൈസ ചോദിക്കും. വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ ഇതായിക്കിട്ടോ ഞാൻ ഓല് പറഞ്ഞ വില്ലേജ് എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പ്രത്യേകിച്ചൊന്നും കാണണം ഇല്ല. അങ്ങാടി എന്നുള്ള അവിടെ ഒരു ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ചപ്പറ. അതൊക്കെ പോയൊക്കെ നമുക്ക് അതിലടുത്ത് കുറച്ച് 2-3 ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ കാണിച്ചു തരാം. ഇതായിരിക്കും വില്ലേജ് വിചാരിക്കാം. ബ്ലോഗർ ഫൈസിൻ്റെ കഷ്ടപ്പാടുകൾ നമ്മൾ അവിടുന്ന് കയറിന് കാറിൽ അവിടുന്ന് കണ്ട ഒരു വില്ലേജ് ഇല്ലേ അതിൻ്റെ അടുത്ത് പോയോ കേട്ടോ. ഒന്ന് നോക്കട്ടെ പാട് മക്കളെ അതേപോലത്തെ ഒരു സാധനം അല്ല. ഒരു ഇൻട്രോ കൊടുത്തായി നല്ലൊരു ഇൻട്രോ തുടങ്ങിയാൽ മതി. നമ്മളെ കണ്ട് ഇവിടേക്ക് വന്നു റോഡ് എന്താ ഇവിടെ വരാറുള്ളൂ മൊത്തം അമ്പലം ഉണ്ട്. ആ ചേട്ടൻ നോക്കിയിട്ടുണ്ട് റോഡ് തീർന്ന് എന്താ ചെയ്യാന്ന് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. മൊത്തത്തിൽ അടിയിലേ ഇപ്പം എന്താ കൊട്ടേഷൻ ഉണ്ടാവുന്നു കേട്ടോ. ആൾക്കാരെ വിളിച്ചിരുത്തുന്നുണ്ടോ അപ്പുറത്തുനിന്ന് ചിന്നപ്പാണ്ടി മുത്തുപ്പാണ്ടി. അപ്പം അത് അങ്ങാട് എന്തായി ഫ്ലോപ്പായി.
തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. കൂടെ തിരിച്ചു പോവാം. ഇതൊന്ന് വഴികളൊക്കെ നല്ല രസം. ഊട്ടിയിലത്തെ ഒരു പീസ്ഫുൾ ഏരിയ അല്ലേ? സംഭവം മനസ്സിലല്ല. പക്ഷെ ഞാൻ പറഞ്ഞ സ്ഥലമല്ലേ കൊന്നൂര്, ഞാൻ പോയ പ്രോപ്പർട്ടി ആർക്ക് പോണ റോഡ് മൂടാ. ക്യാമറ നോക്കണേ. ഏരിയക്കാണ് ഇത്രയും വണ്ടികൾ വന്നു. നേരത്തെ വണ്ടി വീട് ഒരു റിച്ച് വീട് വരുന്നുണ്ട് കേട്ടോ ഈ ഏരിയത്തെ. രാജാവ് നല്ല സെറ്റപ്പാണ്. എല്ലാ വീട് വരുന്നുണ്ട്. മോനായിരിക്കും ഇവിടെ ഭരിക്കനി. അപ്പുറത്തൊരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അങ്ങോട്ടുള്ള വഴി കണ്ടാൽ നമുക്ക് ഇങ്ങനെ ഒരു വില്ലേജ് ഇവിടെ ഉണ്ട് എന്നുള്ള മനസ്സിലാവില്ല എന്നുള്ളത്. എനിക്ക് മനസ്സിലായി. ഭാഷ കുറച്ച് തിളങ്ങട്ടെ. ആ വഴി കാണിച്ചു കേട്ടോ, ഏതാണ് വഴി എന്നുള്ളത്. എന്താണ് ആ വഴി? ഗ്ലാസിന്റെ പുറത്ത് ദുരൂഹത പറഞ്ഞാൽ വേറൊരു വണ്ടി വന്നാ കേട്ടി പോട്ടെ പോട്ടെ. ഏതാണ് വഴി കേട്ടോ ഉണ്ടോ? അപ്പോൾ സൈഡ് വ്യൂ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം വഴി കണ്ടെടുക്കാൻ മനസ്സിലായില്ലല്ലോ എന്നൊരു വില്ലേജിലേക്കുള്ള വഴിയാണ്. പക്ഷേ പട്ടികകൾ പോലെ ഇതാണ് റോഡ്. സ്ഥലത്തിന്റെ പേര് അമാൻ സ്റ്റോർ ടീ ഷോപ്പ്. അമ്മാൻ സ്റ്റോഴ്സ്. അമ്മാനല്ല. അപ്പോൾ ഇതാണ് ഈ നമ്മളെ ഇത്ര നേരം കാണിച്ച ഇടൻ സ്പോട്ടിലേക്കുള്ള വഴി കാര്യങ്ങളൊക്കെ. നമുക്ക് ഇടനായി തോന്നിയാണെന്നറിയില്ല, ബാക്കിയുള്ളവർ വരുന്നതെന്നുള്ള അത് നമുക്കറിയാം. നമ്മളിതുവരെ കണ്ടിട്ടില്ല, നമ്മളിതുവരെ കണ്ടില്ല, സോഷ്യൽ മീഡിയയിൽ അവർ കണ്ടില്ല. അതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ കുറേ ആൾക്കാർ ഒന്നുണ്ടാവും. ബാക്കി ഈ പോണ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറ്റെങ്കിൽ കാണിച്ചു പറ്റെങ്കിലല്ല ഇപ്പം മറ്റേ സാഹചര്യം ഇതൊക്കെ ആണെങ്കിൽ കാണിച്ചു തരാം. ചെറിയ മഴയൊക്കെ ഉണ്ട്, നമ്മുടെ ചാർജ് എന്നാൽ ശരി സുഹൃത്തുക്കളെ. ജസ്റ്റ് ടീ ബ്രേക്ക് വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ. ചായപ്പൊടി അവിടെ ഉണ്ട്. നല്ല മഞ്ഞ് പൊതിഞ്ഞ സ്ഥലം. അതിലൊരു വണ്ടിയിലൊരു ടീ ചൂട് കോഫി. അത്ര ഒന്നുമില്ല, പീടിയ. സുഹേൽ ചോളം പറഞ്ഞിട്ടുണ്ട്. ചോളം കഷ്ണം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഉദ്ദേശിച്ചില്ല. എന്താ കട്ട് ചെയ്യുന്നുണ്ട്. ചോളം കിട്ടി. മസാല ഇട്ടില്ലേ? മസാല കുറവാണല്ലോ. ഇപ്പോൾ ഒരു മൊത്തം കൊടുത്തു മുളക് പഠിക്കും മാൻ്റെ അത്ര കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കണ്ടേ ഇതിനല്ലോ. ആ ചായ തരാണ്ട് കേട്ടോ. 3 ചായ കോഫി ആയിരുന്നു. ഒരു കടി അടിച്ചു പായസം കൊടുത്തു. അങ്ങനെ അതല്ലേ നല്ല. ഞാൻ കടിച്ചോളാം. ചൂടുണ്ടേ, അതാ പ്രശ്നം. കുറച്ചുകൂടെ വേവാണ്ടോ? മസാല കുറവാട്ടോ. മസാല തോന്നുന്നുണ്ടാവില്ല. നല്ല കാമ്പുള്ള സാധനോ. ചൂട് വർക്കുണ്ട്. ചൂട് വറക്കണം. എൻ്റെ സൈലേ മൂട് സാധനം ചായ ഇപ്പം കിട്ടണം. ഇപ്പം കിട്ടിയ ഇപ്പോൾ വരും പറഞ്ഞു.
നമുക്ക് ഒലിക്കുണ്ട്. ഡീറ്റെയിൽ ആയി പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത്ര പ്രാവശ്യം ഇവളോട് പറഞ്ഞു എക്സ്പ്രഷൻ ഉണ്ട്. തലേക്ക് വരില്ല. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ഇങ്ങനെ ഓരോ കൊല്ലം ഇത് ആ മുളകിന് ഫുള്ള് വല്ല ടേസ്റ്റൊന്നുമില്ല. ബസ്സിലോ ടെൻഷൻ മാറ്റി. വർക്ക് പ്രഷർ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിട്ട് ഊട്ടിയിൽ വന്നത്. പക്ഷെ അവനെ നടക്കുന്നില്ല, ഫുൾ ഡീലിങ്സ്. ഊട്ടി ബസ് വരുന്നുണ്ട്, ഇപ്പോൾ കാണിച്ചാലേ. അണ്ണന്മാർ നോക്കി ചെറുക്കിണ്ട് കാശ്. കേട്ടില്ലടോ. ചായ എത്തിട്ടോ, ഒരു ചായ കൂടി പോയി. അങ്ങനെ നാച്ചുറലിട്ട് കാണിക്കും. അതിനോട് ഷുഗർ കമ്മിയാണ് പറഞ്ഞു. ഞങ്ങൾ അതിൽ പറഞ്ഞത് 3-ലും മീഡിയാണ്. മീഡിയ എന്ന് പറഞ്ഞത് ആ പാത്രത്തിലുള്ള പഞ്ചസാരൊക്കെ ഇതെന്തോ ഇതൊക്കെ വീണ മതി. പ്രാണിയില്ലേ നമ്മളെ രാത്രിണ്ടാണേ സ്മെല്ല് ചെയ്യണേ. തേയിലാണ് കറക്റ്റ് ചതച്ചതാ അവല്. അത് വീണ ഒരു ചോയൊക്കെ അല്ല, ഇത് കറക്റ്റ് ഞാൻ കണ്ട്. തേയില ആളെ ചായ ചതച്ച് അല്ല, നല്ല വൈബല്ലേ. ഓഡിയൻസിനെ ചെറുപ്പിക്കരുത്. വെള്ളം പീടിയും കുടിക്കരുത്. ചായ വളവ് കേട്ടോ, ഈ വളവ് മുക്കിലൊരു പീടിയുണ്ട്, മുക്കിൽ വന്ന് കുടിക്കരുത്. ജമേ ഇതിപ്പോൾ കുടിക്കും വേണം, തുപ്പാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കുടിക്കണ്ടേ, കുടിച്ചോ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ ചെറിയ ഊട്ടി ട്രിപ്പ് വ്ളോഗ്, ചെറിയ വ്ളോഗാണ്. വ്ളോഗ് ഏകദേശം അവസാനിക്കുകയാണ്. നാട്ടിലെത്തി, എൻ്റെ ഇടയിലൊന്നും എടുക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ നേരെ അങ്ങോട്ട് പോകുന്നു. ചെറിയ മഴയും ചീറ്റിലും പാറ്റിലൊക്കെ അതിനെക്കൊണ്ട് നല്ല മന്തിയൊക്കെ അടിച്ച് വലിയൊരു മൂഡിലായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ ലാസ്റ്റ് ഫുഡ് കഴിച്ച് നാട്ടിലെത്തി. ലാസ്റ്റ് ഒരു മന്തി ഹാപ്പി എൻഡിങ്. മന്തിയൊക്കെ അടിച്ച് കഴിഞ്ഞ്, മന്തി ഒന്നുമില്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞ്, ബീഫ് മന്തിയാന്ന് എനിക്ക് പറയാനത് കഴിഞ്ഞ്. അപ്പോൾ ഇനി അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ കഴിഞ്ഞ് ഇനി അടുത്ത ട്രിപ്പിൻ്റെ എന്തെങ്കിലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ കാര്യങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, പൊട്ടിക്കുക, അടിക്കുക, തിരിക്കുക. ഇതാണ് എല്ലാവരും. ടാറ്റാ, ബൈ ബൈ, സീ യു.